ഹായ്, നമസ്കാരം. ഞാനിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനു മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു സിനിമയുടെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പം നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. അതിലുപരി ഞാൻ എഴുതി വെച്ചേക്കുന്ന അടുത്തൊരു വേറൊരു സിനിമയുടെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ കാണുന്നവരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറേ ആൾക്കാർ സിനിമ കാണുന്നവരുണ്ട്. അപ്പോൾ മിന്നൽ മുരളി കഴിഞ്ഞതിന് ശേഷം മലയാള സിനിമയിൽ ഒരു പുതിയ സൂപ്പർ ഹീറോ വരാനുള്ളൊരു സമയമായിട്ടുണ്ട്. കാരണം ഇത്രയും നാളായില്ലേ ഇതിന് ശേഷം നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലോട്ടൊരു സൂപ്പർ ഹീറോ വരാനുള്ള സമയമായി. കാരണം എന്താ പറയുക, ഇപ്പോൾ എന്തൊരു നാളായി മിന്നൽ മുരളി ഇറങ്ങിയതിന് ശേഷം കുറേ നാളായി. അതിനുശേഷം കുറേ സിനിമകൾ വന്നല്ലാതെ കേരളത്തിന് വേണ്ടി ഒരു സൂപ്പർ ഹീറോ വന്നിട്ടില്ല. അപ്പോൾ ഞാനൊരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ഹരിശ്രേഷോൻ്റെ മകൻ അർജുൻ അശോകിന് വേണ്ടി, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ, ആസിഫ് അലി, സണ്ണി വെയിൻ, അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് ആക്ടേഴ്സ് ഉണ്ട് നമ്മളുടെ ഇടയിൽ സിനിമയിൽ. ഇവർക്ക് എല്ലാവർക്കും ആപ്റ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ യുവത്വങ്ങൾക്ക് എല്ലാവരും അവർക്ക് വേണമെങ്കിലും ഈ ക്യാരക്ടറിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് സിനിമയിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എഴുതുന്ന സമയത്ത് ശരിക്കും എൻ്റെ മനസ്സിൽ വന്നത് അർജുൻ അശോകനാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അർജുൻ അശോകൻ്റെ മാനേജറിനോട് സംസാരിച്ചു. അർജുൻ അശോകൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് അയച്ചു. മാനേജറിനോട് സംസാരിച്ച് മാനേജറൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മുടെ ഈ ഭൂമിയിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയുന്നത് വളരെയധികം സത്യമാണ്. കാരണം ഞാൻ കുറേ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ സർവമായ സിനിമ വിജയകരമായി പൂർത്തിയായി. അത് തിയേറ്ററിൽ ഇറങ്ങി. അതിൻ്റെ കുറേ ഇൻ്റർവ്യൂസ് വന്നു. അപ്പോൾ അജു വർഗീസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നാണം കെട്ടായാലും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചേ, ശരിയാണല്ല. നമ്മളെന്തിനാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞ്, 2 പ്രാവശ്യം പറഞ്ഞ്, 3 പ്രാവശ്യം പറഞ്ഞ്, 10 പ്രാവശ്യം പറഞ്ഞിട്ടും നമുക്ക് സെറ്റായില്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, കാരണം അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇറക്കിയത് കേട്ടോ. വേറെ ഒന്നുമില്ല, മലയാള സിനിമ ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നവർ കുറേ പേരുണ്ട്. അവഞ്ചേഴ്സ്, അതിൽ തന്നെ എത്ര സൂപ്പർ ഹീറോ, ബാറ്റ്മാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, അങ്ങനെ കുറേ അധികം സൂപ്പർ ഹീറോസ് ഉണ്ട്. എന്തുകൊണ്ടും മലയാളത്തിൽ നമ്മൾ, കാരണം മലയാളമായാലും ഇന്ത്യൻ സിനിമയിലായാലും പ്രേക്ഷകരെ ആഗ്രഹിക്കണത് ഇപ്പം ഇംഗ്ലീഷ് സിനിമയിലെ സൂപ്പർ ഹീറോസിനെയാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ മലയാള ഇൻഡസ്ട്രിയിൽ സൂപ്പർ ഹീറോസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവരെ ഇഷ്ടപ്പെടുകയുള്ളൂ. മിന്നൽ മുരളി ഇറങ്ങിയ ശേഷം നെറ്റ്ഫ്ലിക്സിലുണ്ടാക്കിയൊരു എന്താ പറയുക, ഒരു ഇളക്കം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ആ സമയത്ത് അത് തിയേറ്ററിൽ ഇറക്കിയിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് അത് പുതിയൊരു സൂപ്പർ ഹീറോനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണില്ല എന്നെനിക്കറിയില്ല. പക്ഷേ ശ്രമിക്കുന്നുണ്ടാവും. മിന്നൽ മുരളി ഇറക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഇൻസ്റ്റാ കേവ് എന്ന് പറഞ്ഞൊരു ബടിയുണ്ട്. അതായത് മിന്നൽ മുരളിയുടെ പ്രൊഡക്ഷൻ സൈഡാണെന്ന് തോന്നുന്നു. പുള്ളിയൊക്കെ ഭയങ്കര DC ഫാൻസൊക്കെയാണ്. ഞാൻ പുള്ളിയുടെ പ്രൊഫൈലൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ പുതിയതായിട്ടൊരു പോസ്റ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്തോ ഒരു പുതിയൊരു പോസ്റ്റർ, ഒരു സൂപ്പർ ഹീറോൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് ആഗ്രഹിച്ചിട്ട് ഞാൻ എഴുതി വെച്ചിട്ട് എന്നെക്കൊണ്ട് ആരൊക്കെയോ എഴുതിച്ചിട്ട് അത് സിനിമയാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, ഞാനത് പുറത്തോട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ ഞാൻ കാണാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നാണം കെട്ടായാലും നമുക്ക് ശ്രമിക്കണമെങ്കിൽ യാതൊരു കുഴപ്പമില്ലല്ലോ. എവിടെയാണ് ആരെങ്കിലും കൈ തന്ന് നമ്മളൊന്ന് ആ സൈഡിലോട്ടോ ആ പ്രൊഡക്ഷനിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു
വ്യക്തിയിലോട്ടോ അടുപ്പിക്കാൻ ഒരു കണക്ഷൻ തന്നെ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.